അഹങ്കാരി, ക്യാപ്റ്റൻസി മോഹി, പണത്തിനും വേണ്ടി എന്തും ചെയ്യുന്നവൻ, ഇതൊക്കെയായിരുന്നു ഈ വർഷത്തെ IPL തുടങ്ങുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യയുടെ വിശേഷണങ്ങൾ. 2024 T20 വേൾഡ് കപ്പിന്റെ ഫിനാലെ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിയോടെ ഹാർദിക് പാണ്ഡ്യ അതെല്ലാം മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് T20 മത്സരത്തിൽ ഹാർദിക്കിന്റെ സ്വാഗ്, ആറ്റിറ്റ്യൂഡൊക്കെയായി ചർച്ചാ വിഷയം. പയ്യെ വെറുപ്പ് തോന്നിക്കൊണ്ടിരുന്ന പ്ലെയറിനോട് ഇപ്പോൾ സ്നേഹത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. മറ്റൊന്നുമല്ല, ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ ദിവസം വന്നത് ഒരു ഫിനിഷറിന്റെ റോളായിട്ടാണ്. അടിയോടടി, വെടിക്കെട്ട് അടിയായിരുന്നു. ടസ്കിൻ അഹമ്മദിനെയും ബാക്കിയുള്ള ബംഗ്ലാദേശി താരങ്ങളെയും ഒക്കെ തന്നെ ഹാർദിക് പാണ്ഡ്യ തൂത്തുവാരി. സൂര്യകുമാർ യാദവും അതുതന്നെ ചെയ്തു. പക്ഷേ ഫിനിഷർ റോളിൽ ഹാർദിക് പാണ്ഡ്യ എത്തിയപ്പോൾ അതിന് മറ്റൊരു അഴകായിരുന്നു. കഴിഞ്ഞ ദിവസം ടസ്കിൻ അഹമ്മദിനെ ഒരു ഷോർട്ട് പിച്ച് ബോള് തേർഡ് മാൻ ഏരിയയിലൂടെ കട്ട് ചെയ്തപ്പോൾ ഹാർദിക് പാണ്ഡ്യ അതൊരു നോർമൽ ഷോട്ടായിട്ട് തന്നെ കണ്ടു കാണും. പക്ഷെ സോഷ്യൽ മീഡിയയ്ക്ക് അതൊരു വ്യത്യസ്ത ഷോട്ടായിരുന്നു. ഊപ്പർ കട്ട്, അതും നോ ലുക്ക് ഷോട്ട്. എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മുടെ നെഞ്ചളവിൽ വരുന്ന ഒരു പന്ത് ഊപ്പർ കട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണയായി എവിടെയാണ് പന്ത് പോകുന്നതെന്നും തന്റെ ശരീരത്തിൽ പന്ത് ഇടിക്കുമോ എന്നുള്ള പേടിയും ഒക്കെ 100,000 സംശയങ്ങൾ ഉണ്ടാകുന്ന ബാറ്റർക്ക് ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ലായിരുന്നു. ഷോർട്ട് ബോളെങ്കിൽ ഷോർട്ട് ബോൾ എറി എന്ന രീതിയിലായിരുന്നു ഹാർദിക് പാണ്ഡ്യ. ടസ്കിൻ അഹമ്മദിന്റെ ആ പന്ത് 10 റൺസ് മാത്രം വിജയിക്കാൻ ഇന്ത്യക്ക് വേണ്ടിയിരുന്ന സാഹചര്യത്തിലായിരുന്നു. വലിയ കംഫർട്ടബിൾ പൊസിഷനിൽ തന്നെയായിരുന്നു ഇന്ത്യ. എന്നാലും എത്രയും പെട്ടെന്ന് കളി തീർത്ത് ഡഗ്ഔട്ടിലേക്ക് പോകണമെന്നായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ മനസ്സ്. ഷോർട്ട് പിച്ച് പന്തുമായി ടസ്കിൻ അഹമ്മദ് 140 സ്പീഡിൽ വരുന്നു. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം 140 അല്ല 150 ആയാലും ഞാനിത് 6 അടിക്കുമെന്ന മട്ടാണ്. ഷോർട്ട് പിച്ച് പന്ത് എറിയുന്നത് നേരെ ഹാർദിക്കിന്റെ തോളിൽ. ഒരു ഊപ്പർ കട്ട് അടിക്കുന്നു, അതും നോ ലുക്ക് ഷോട്ട്. പന്ത് എങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെയാണ് പോകുന്നതെന്നോ എന്നൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് ബൗണ്ടറി ആണെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ഹാർദിക്കിന്റെ മട്ട്. അടിച്ചതിന് ശേഷം ടസ്കിൻ അഹമ്മദിന് ഒരു നോട്ടവും ഒരു ചിരിയും. ഇതായിരുന്നു ഹാർദിക്കിന്റെ സ്വാഗ്, ഹാർദിക്കിന്റെ ആറ്റിറ്റ്യൂഡ്. ഈ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം കമന്റേറ്റേഴ്സ് എല്ലാവരും കൂടി ഞെട്ടിത്തിരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കാണികൾ എല്ലാവരും ഹാർദിക്കിനെ നോക്കി വാ പൊളിച്ചിരുന്നു. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി, ബഹളങ്ങളായി. ആ ഷോട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായി നിൽക്കുന്ന വീഡിയോ. ഹാർദിക്കിന്റെ ഈ സ്വാഗ് പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ T20 വേൾഡ് കപ്പിൽ പല മാച്ചുകളിലും ഹാർദിക്കിന്റെ ഈ സ്വാഗ് എല്ലാം കണ്ടുനിന്ന പ്രേക്ഷകർക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഫിനാലെ ജയിച്ചതിന് ശേഷം ഹാർദിക്കിന്റെ കണ്ണീര് പിടിച്ചു നിൽക്കാൻ പ്രേക്ഷകർക്കായില്ല. പിന്നീട് രോഹിത് ശർമ്മയുമായി കെട്ടിപ്പിടിച്ചതിന് ശേഷം ഹാർദിക്കും രോഹിത്തും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നും പിന്നീട് മനസ്സിലായി. അതിനുശേഷം ഹാർദിക്കിനെ സ്നേഹിക്കാൻ തുടങ്ങി ഇന്ത്യൻ ജനത. പിന്നാലെ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും ഹാർദിക്കിനോടുള്ള സ്നേഹം ഇതുപോലെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികവുറ്റ ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണിത്. ഇന്ത്യയിൽ ഏറ്റവും വിശ്വസ്തനായ ഫിനിഷർ. ധോണിക്ക് ശേഷം ആര് ഇന്ത്യൻ ടീമിനെ ഇത്രയും നന്നായി ഫിനിഷ് ചെയ്യും എന്ന ചോദ്യത്തിന് ഹാർദിക് പാണ്ഡ്യ മറുപടി നൽകുന്നു. വിശ്വസിക്കാവുന്ന ഒരു സീം ബൗളറായും ഇന്ത്യൻ മിഡിൽ ഓർഡറിലെ തട്ടകമായും ഹാർദിക് പാണ്ഡ്യ നിലയുറപ്പിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണിത്. കഴിഞ്ഞ ദിവസം സഞ്ജു സാംസന്റെ പ്രകടനവും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ബംഗ്ലാദേശിനെതിരായ ആദ്യ T20 മത്സരത്തിൽ വിജയഘോടി പാറിക്കാൻ സഞ്ജുവിനും ഹാർദിക്കിനും സാധിച്ചു. വരാൻ പോകുന്ന T20 മത്സരത്തിലും അതിനുശേഷമുള്ള ഇന്ത്യ ന്യൂസിലൻഡ് ടെസ്റ്റ് മത്സരവും ഒക്കെ തന്നെയാണ് ഇന്ത്യൻ ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മത്സരങ്ങൾ.